കോൺഗ്രസിന്റെ പുതിയ നാടകം. സത്യത്തിൽ ഇത്രയും നാണം കെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന് ആരും വിചാരിച്ചില്ല. ശ്രീരാമക്ഷേത്രം, രാമന്റെ ക്ഷേത്രം അയോധ്യയിൽ ഉയർന്നപ്പോൾ വലിയ നിലവിളിയായിരുന്നു. ക്ഷേത്രം വന്നാൽ ഇവിടുത്തെ ദാരിദ്ര്യം മാറുമോ എന്ന് ചോദിച്ച കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ഇത്ര നാണം കെട്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചില്ല. ഇപ്പോൾ പ്രിയങ്കയുടെ മകനെ, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇനി കഴിവില്ല, രാഹുൽ ഗാന്ധി എന്തായാലും ഇനി പ്രധാനമന്ത്രിയായില്ല, അപ്പോൾ എൻ്റെ മകനെ വെച്ചൊന്ന് പരീക്ഷിക്കാം, അതിന് ആളുകൾ മകനെ ഏറ്റെടുക്കണമെങ്കിൽ മകൻ്റെ പേര് തന്നെ മാറ്റേണ്ടി വന്നു. എന്നിട്ട് ശ്രീരാമനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പേരാണ് മകന് നൽകിയിരിക്കുന്നത്. ഇത്രയ്ക്ക് തരം താഴണോ കോൺഗ്രസ്? അതെ, ധന്യ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഒരു മാധ്യമത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിനകത്ത് അവർ പറയുന്നുണ്ട്, പണ്ട് ഞാൻ അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പവും ജ്യോത്സ്യനെ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ജ്യോത്സ്യരെ കണ്ടപ്പോൾ എൻ്റെ കൈ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനുള്ള യോഗമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, രാഹുൽ ഗാന്ധി എന്തായാലും പ്രധാനമന്ത്രിയാവില്ല, ഭാവി പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഏകദേശം ഒരു ഉറപ്പ് വരുന്ന സമയത്ത് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അങ്ങനെയൊരു വാചകം പറഞ്ഞു വെച്ചത്. അതായത് ഇവനെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല, പക്ഷെ ഞാനാണെങ്കിൽ ഓക്കെയാണ്, ഞാനൊരു പ്രധാനമന്ത്രി ആയേക്കും എന്നൊരു കാര്യമായിരുന്നു അന്ന് പറഞ്ഞത്. അതിൻ്റെ തുടക്കം എന്നോണം വയനാട്ടിൽ നിന്ന് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചിട്ടുമുണ്ട് എന്ന് പറയുന്ന ഈ കോൺഗ്രസ്. ഞാനൊന്ന് ഇടപെടുന്നതിന്റെ പ്രാർത്ഥന തോന്നുന്നത്, എനിക്ക് പ്രിയങ്കയുടെ വയനാട്ടിലെ വരവൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എന്താണെന്ന്, ജിതിൻ രാംദാസിനെയാണ്. ലൂസിഫറിൽ മറ്റേ തലമുടി അച്ഛനെ പോലെ ആക്കുന്നു, കണ്ണട, സംസാര രീതി, ആ ഒരു ലെവലിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒരു മൂക്ക്, തലമുടി, ഇതെല്ലാം ഇന്ദിരാഗാന്ധിയുടെ ലെവലിലേക്ക് പ്രിയങ്കയെ മാറ്റിയെടുക്കാൻ കോൺഗ്രസ് നല്ല PR വർക്ക് നടത്തി എന്നുള്ളതാണ് എനിക്കത് മനസ്സിലായത്. വാർത്ത തുടരാം. തീർച്ചയായിട്ടും. പക്ഷേ MP ആയതിനു ശേഷവും പ്രിയങ്ക ഗാന്ധിയുടെ വലിയ ശബ്ദമൊന്നും ലോക്സഭയിലൊന്നും മുഴങ്ങുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇതാ സിംഹം വരുന്നു, ഇന്ദിരാഗാന്ധിയുടെ പിന്നെ എന്താണ് തനിപ്പതിപ്പായ പ്രിയങ്ക വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്ത് ഇന്ദിരാഗാന്ധിയാണെന്ന് ചോദിച്ചു. കാരണം ഇന്ദിരാഗാന്ധിക്ക് തന്നെ അപമാനമാണെന്ന് ഞാൻ പറയും. കാരണം അത് വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, അവരുടെ പാർലമെന്റിലെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് ഇന്ദിരാഗാന്ധിയോട് ഉപമിക്കാൻ ഒരിക്കലും പറ്റാത്ത ആളാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു സംശയമുണ്ട്, ഇനി ഇവിടെ എണ്ണ തട്ടിയിട്ട് മെല്ലെ പ്രധാനമന്ത്രിയായുള്ള പരിപാടിയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് വളരെയധികം കാഠിന്യമേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കകത്ത്. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല എന്താണ് മുന്നണി എന്നുള്ളത്. ആ കടിപിടി സഖ്യമാണ് ഇന്ത്യ കടിപിടി സഖ്യം എന്ന് പറയേണ്ടി വരും. അതാ മഹാവികാസ് അഘാടി എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ഒരു എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പം NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന പേരിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എന്താണ് BJPയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്ന NDA എത്ര മനോഹരമായിട്ടാണ് അവരുടെ ഘടകകക്ഷികളെ എന്ത് ചെയ്യുന്നത്, ഈ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപഠിക്കണം. പക്ഷേ അപ്പുറത്ത് എനിക്ക് പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മമതാ ബാനർജി, അഖിലേഷ് യാദവ്, തൊട്ടിപ്പുറത്ത് സ്റ്റാലിന്, ഇനി പറ്റുമെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രിയാണെന്ന് പറയുന്ന പിണറായി, അങ്ങനെ ഉള്ള ആളുകളെല്ലാം കൂടെയാണ് ഇവിടെ ഇന്ന് ഈ ഇന്ത്യ മുന്നണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം കേജ്രിവാൾ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാര്യം ഏകദേശം ഒരു തീരുമാനമായി, അടിച്ചു പിരിയുന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സമയത്താണ് കോൺഗ്രസ് ഇങ്ങനെ ആലോചിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം കുറച്ചുകൂടെ ഈ മല്ലികാർജ്ജുൻ ഖർഗെ ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, അതായത് കുംഭമേള തുടങ്ങിയ സമയത്ത് പറഞ്ഞു, കുംഭമേളയിൽ പോയി മുങ്ങിയത് കൊണ്ട് പട്ടിണി മാറുമോ എന്ന് ചോദിച്ചു. പക്ഷേ അതിന് മറുപടി അന്ന് BJP പറഞ്ഞില്ല, പിന്നീട് BJP പറഞ്ഞു കൊടുത്തു. അതായത് കുംഭമേള കൊണ്ട് പട്ടിണി മാറിയ ഒരുപാട് കച്ചവടക്കാരെ BJP ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഒരുപാട് ആളുകളുടെ വരുമാന മാർഗം വന്നത് BJP കാണിച്ചു കൊടുത്തു. ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് സർക്കാരിലേക്ക് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ BJP ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഖർഗെയുടെ വായടഞ്ഞു. അങ്ങനെയൊക്കെ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത് കൊണ്ട് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടും ഇനി വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചു, അടുത്തത് പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിച്ചു, അത് കഴിഞ്ഞാൽ ആര് മത്സരിക്കും? റോബർട്ട് വാദ്ര നിന്ന് കഴിഞ്ഞാൽ വാദ്രയ്ക്ക് ഈ പറയുന്നത് പോലെ ഗാന്ധി എന്ന പേരില്ല, അയാൾ എന്താണ് തട്ടിപ്പ് വീരനാണ് എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളൊന്നുമില്ലാത്ത ജനങ്ങളാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം നിന്നാൽ ജയിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രിയങ്ക ഗാന്ധി ഒരു കാര്യം പറഞ്ഞു, മോനെ അച്ഛൻ ഒരുപക്ഷെ മത്സരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരും, അതുകൊണ്ട് നീ ഇപ്പം തന്നെ എന്താണ് കോട്ടക്കെട്ട് തയ്യാറായി നിന്നോളൂ, അടുത്ത പ്രധാനമന്ത്രി നീയാണ്, അതുകൊണ്ട് എന്താണ് നമുക്കിങ്ങനെ നമ്മുടെ കുടുംബ മഹാത്മ്യം ഇങ്ങനെ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ഇന്ത്യ മുന്നണിയിലെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം എടുത്ത് തന്നെ നോക്കിക്കോളൂ, എല്ലാ സ്ഥലത്തും കുടുംബാധിപത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ടോ? തമിഴ്നാട്ടിൽ ആരാണ്? സ്റ്റാലിനാണ്.
കരുണാനിധി കുടുംബമല്ലേ, ഉദയനിധി സ്റ്റാലിൻ കുടുംബാധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് ബീഹാറിലേക്ക് പോയി നോക്കൂ. ബീഹാറിലേക്ക് ആരാണ്? ലാലു പ്രസാദ് യാദവ് കുടുംബാധിപത്യമല്ലേ? അവിടെയുള്ള ഈ ഏറ്റവും വലിയ അഴിമതി, ഈ കാലിത്തേറ്റ കുംഭകോണം അടക്കമുള്ള റാബ്രി ദേവിയുടെ പിന്നെ കാര്യമടക്കം നമുക്കറിയാം. ഭാര്യ മുഖ്യമന്ത്രിയാവുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നേരെ തിരിച്ച് ഉത്തർപ്രദേശിലേക്ക് പോകും. അഖിലേഷ് യാദവ് കുടുംബം, അദ്ദേഹത്തിൻ്റെ പിന്നെ അച്ഛൻ, ഇങ്ങനെ മൊത്തത്തിൽ കുടുംബപരമായിട്ട് കൊണ്ട് നടന്ന് കളിക്കുന്ന രാഷ്ട്രീയമാണ് എന്തിലുള്ളത്? ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അതിൽ വിരുദ്ധമായി നിൽക്കുന്നത് മമതാ ബാനർജിയും അതുപോലെ കുറച്ച് ആളുകളൊക്കെയാണ്. പക്ഷെ മമതയും അതിൽ ഒട്ടും പിന്നോട്ടല്ല എന്നുള്ള ചില നീക്കങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുടുംബത്തിൻ്റെ, അതിൻ്റെ തനി പകർപ്പാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ മകനെ, പ്രിയങ്ക ഗാന്ധി എന്ന് ഞാൻ വിളിക്കുന്നത് അവരുടെ പേരതുകൊണ്ട്, അതിപ്പോൾ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി പേരതാക്കിയത് കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഗാന്ധി കുടുംബത്തുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഗണ്ഡി കുടുംബമാണ്, ഫിറോസ് ഗണ്ഡിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിന്റെ പേര് ഫിറോസ് ഗണ്ഡി എന്നാണ്. ആ ഗണ്ഡിയെയാണ് ഗാന്ധിയാക്കി മാറ്റിയത്. എന്നിട്ട് പ്രിയങ്ക ഗാന്ധി എന്ന് വിളിക്കുന്നു. രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങി ഗാന്ധികൾ ഇങ്ങനെ വരികയാണ്. ജവഹർലാൽ നെഹ്റു, സത്യമായിരുന്നു, അത് അങ്ങനെ ആരോ പറയുന്നത് കേട്ടായിരുന്നു. ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് രാഹുൽ ഗാന്ധി? ദിലീപിന്റെ ഒരു സിനിമയ്ക്കകത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് രാഹുൽ ഗാന്ധി? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജവഹർലാൽ നെഹ്റു എന്താണ് ഇന്ദിരാ നെഹ്റു എന്നുള്ളൊരു പേരിനകത്ത് സ്വന്തം മക്കളുടെ പേരിൻ്റെ കൂടെ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ വീടിൻ്റെയോ പേരിടും. പക്ഷേ ഇന്ദിരയുടെ കൂടെ ഗാന്ധി എന്നിട്ടപ്പോൾ നെഹ്റു വിചാരിച്ചത് എന്താ സംഭവം മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെയാണ്, അല്ലെങ്കിൽ ഇന്ദിരാ ഗണ്ഡി എന്നിടണം, ഫിറോസ് ഗണ്ഡിയുടെ പേര് ഇന്ദിരാ ഗണ്ഡി എന്നിടണം. അതിനെ കുറച്ച് ഒന്നങ്ങ് സ്മൂത്താക്കി, ഒന്നങ്ങ് വലിച്ച് റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെ അത് നീട്ടി വലിച്ചു ഗാന്ധിയാക്കി. സിമ്പിൾ കാര്യം. ഒരു കൊച്ചുകുട്ടിക്ക് പോലും ചിലപ്പം എന്താണ് ഗാന്ധി ഫാമിലി ആണെന്ന് തോന്നി. യഥാർത്ഥ ഗാന്ധിയുടെ മക്കൾ ഇപ്പോഴും എവിടെയാണുള്ളത്? അവർ ഈ രാഷ്ട്രീയത്തിലൊന്നുമില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ റെയ്ഹാൻ വാദ്ര എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ മകന്റെ പേര്. അതായത് റോബർട്ട് വാദ്രയുടെയും പ്രിയങ്ക വാദ്രയുടെയും മകന്റെ പേര് റെയ്ഹാൻ വാദ്ര എന്നാണ്. റെയ്ഹാൻ വാദ്രയെ ഇനി മുതൽ എന്താണ് പേര് വിളിക്കാൻ പോകുന്നറിയോ? ശ്രീറാം ഗാന്ധി. നല്ല പേരാണ്. ധന്യ ആദ്യം പറഞ്ഞതുപോലെ ശ്രീരാമന്റെ പേര് കടമെടുത്തുകൊണ്ട് ശ്രീറാം ഗാന്ധി എന്ന പേരിലേക്ക് ഇവർ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് അവർ ശ്രീരാമനിൽ തന്നെ പിടിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ ധന്യ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തി, അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു, അവിടെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് അവസാനം സുപ്രീം കോടതി വിധി നേടിയെടുക്കാൻ വേണ്ടി പോരാടി. അതിലൊന്നും കോൺഗ്രസിനൊരു പങ്കുമില്ല. എന്നിട്ട് ആ വിധി വന്നപ്പോൾ അതിനെയും രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാമക്ഷേത്രത്തിൽ പോയല്ലോ, പോയി കുമ്പിട്ട് വീണു. ഒരു പ്രശ്നവുമില്ല ആളുകൾക്ക്. ഈ ആളുകൾ തന്നെയാണ് ഇപ്പൊ ശ്രീരാമന്റെ പേര് ശ്രീറാം ഗാന്ധി എന്നാക്കുന്നത്. അതിലൊരു ഇവർക്ക് സത്യം പറയുകയാണെങ്കിൽ എന്താ നമ്മൾ പറയില്ല, അച്ഛൻ്റെ അമ്മയുടെ ഒന്നും പേരിനൊന്നും പ്രാധാന്യമില്ല. ഇവർ ഫിറോസ് ഗണ്ഡി എന്ന് പറയുന്ന മഹാമനുഷ്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന് എന്താണ് പ്രാധാന്യം എന്ന് വെച്ചാൽ അദ്ദേഹം അത്ര വലിയ മനുഷ്യനാണോ? യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി ഒരു വലിയ മനുഷ്യനാണ്. ജവഹർലാൽ നെഹ്റു വലിയ മനുഷ്യനാണ്. ഈ പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ലേ? എന്തുകൊണ്ട് ഈ പിന്നെ പ്രിയങ്ക നെഹ്റു എന്നാക്കിയാൽ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ വോട്ട് കിട്ടില്ല, അതിനാണ് പ്രശ്നം. അതുകൊണ്ട് ശ്രീരാമന്റെ പേര് ഇതിൽ കുത്തിക്കയറ്റി അവിടെ ഒരു കൃത്യമായ ഹിന്ദുത്വ പൊളിറ്റിക്സ് സൃഷ്ടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഇവിടെ എന്താണ് ശ്രീരാമിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി. ശ്രീരാമനല്ലോ, അതെ, രാമൻ അംഗീകരിച്ചല്ലോ. അങ്ങനെ പറയരുത്, കാരണം പേരിൽ മാത്രമേ ഞങ്ങൾ അംഗീകരിച്ചുള്ളൂ. ഈ CPM-ന്റെ ഇപ്പം അന്തരിച്ച ജനറൽ സെക്രട്ടറിയുടെ പേരെന്തായിരുന്നു? സീതാറാം യെച്ചൂരി എന്നായിരുന്നില്ലേ? സീതയും രാമനും ജീവിച്ചിരുന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? സീതാറാം യെച്ചൂരി പറഞ്ഞത്. പക്ഷെ അയാളുടെ പേരെന്തായിരുന്നു? സീതാറാം യെച്ചൂരി. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള അതെ, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. അങ്ങനെയുള്ള നാടാണ് സത്യം, വെയിലുള്ള. അപ്പൊ അങ്ങനെയുള്ള നാടാണ് നമ്മുടേത് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ കാപട്യം, ഈ രാഷ്ട്രീയപരമായിട്ടൊരു വൃത്തികെട്ട നയം ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്തായാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കളികൾ എന്തായാലും അധികകാലം നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത്.